നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഏകസപ്തതിതമ സർഗയിലെ 21-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് 11 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 21-ാം സർഗത്തിലെ 11 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്ലോകം 11. തോരണം ദക്ഷിണാർത്ഥേന ജംബുപ്രസ്ഥം സമാഗമം വരൂഥം ജയയൗ രമ്യം ഗ്രാമം ദശരഥാത്മജഃ തത്ര രമ്യേ വനേ വാസം കൃത്വാസൗ പ്രാങ്മുഖോ യയൗ ഉദ്യാനമുജ്ജിഹാനായ പ്രിയകായത്ര പാദപാഃ. സാ താംസ്തു പ്രിയകാൻ പ്രാപ്യ ശ്രീഘ്രാനാസ്തായ വാജിനഃ അനുജ്ഞാപ്യാഥ ഭരതോ വാഹിനിം ത്വരിതോ യയൗ. വാസം കൃത്വാ സർവതീർത്ഥേ തീർത്വാ ചോത്താനികാം നദിം അന്യാ നദിച്ഛ വിവിധൈഃ പാർവതീയൈസ്തുരം ഗമൈഃ. ഹസ്തിപൃഷ്ടകമാസാദ്യ കുടികാമത്യവർത്തതഃ തദാരചന്നരവ്യാഘ്രോ ലോഹിത്യേ ച കപീവതിം. ഏകസാലേ സ്ഥാണുമതിം വിനതേ ഗോമതിം നദീം കലിംഗനഗരേ ചാപി പ്രാപ്യ സാലവനം തദാ. ഭരതക്ഷിപ്രമാഗച്ഛത് സുപരിശ്രാന്തവാഹനഃ വനം ച സമതീത്യാശു ശർവര്യാമരുണോദയേ. അയോധ്യാമനുനാ രാജ്ഞാ നിർമ്മിതാം സ ദദർശഃ താം പുരിം പുരുഷവ്യാഘ്ര സപ്തരാത്രോഷിതപഥി. അയോധ്യാമഗ്രതോ ദൃഷ്ട്വാ സാരഥിം ചേദമബ്രവീത് യേഷാനാദിപ്രതീതാ മേ പുണ്യോദ്യാന യശസ്വിനീ. അയോധ്യാ ദൃശ്യതേ ദൂരാത് സാരഥേ പാണ്ഡുമൂർത്തികാ യജ്ഞുഭിർഗുണസമ്പന്നൈർ ബ്രാഹ്മണൈർവേദപാരഗൈഃ. ഭൂയിഷ്ടമൃദ്ധൈകാകീർണ രാജർഷിവരപാലിത അയോധ്യായാം പുരാ ശബ്ദ ശ്രൂയതേ തുമുലോ മഹാൻ. സമന്ത നരനാരീണാം തമദ്യ ന ശൃണോമ്യഹം ഉദ്യാനാനി ഹി സായാഹ്നേ ക്രീഡിത്വോപരതൈർനരൈഃ.
സമാന്താദ്വിപ്രപ്രധാവദ്ഭി പ്രകാശന്തേ മമാന്യഥാ താന്യദ്യാനുരുദന്തീവ പരിത്യക്താനി കാമിഭിഃ. 11 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥം ഒന്ന് ഏകദേശമായി ചിന്തിക്കാം. ഭരതനും ശത്രുഘ്നനും കേകയത്തിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. വഴിയിൽ അവർ ഏതെല്ലാം നദികളും ഏതെല്ലാം പുണ്യസ്ഥലങ്ങളും മനോഹരമായ കാഴ്ചകളുമൊക്കെ കാണുന്നു എന്നാണ് വിവരിക്കുന്നത്. അയോധ്യയിൽ എത്തും വരെ ഉള്ള വഴിയിലെ കാഴ്ചകൾ. 11-ാമത്തെ ശ്ലോകം. തോരണം ദക്ഷിണാർത്ഥേന ജംബുപ്രസ്ഥം സമാഗമം വരൂധം ജയയൗ രമ്യം ഗ്രാമം ദശരഥാത്മജഃ. അർത്ഥം: തോരണത്തിന് തെക്ക് വഴിയായി ജംബുപ്രസ്ഥത്തിൽ ചെന്ന് രമ്യമായ വരൂധത്തിലേക്ക് പ്രവേശിച്ചു. ശ്ലോകം 12. തത്ര രമ്യേ വനേ വാസം കൃത്വാസൗ പ്രാഗ്മുഖോ യയൗ ഉദ്യാനമുജ്ജിഹാനായ പ്രിയകായത്ര പാദപാഹ. 12-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അവിടെ രമ്യമായ വനത്തിൽ രാത്രി കഴിച്ച് കിഴക്ക് ദിക്കിലേക്ക് യാത്രയായി. ഉജ്ജിഹിനത്തിൽ കദംബ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്ന ഉദ്യാനത്തിൽ എത്തി. ശ്ലോകം 13. സതാംസ്തു പ്രിയകാൻ പ്രാപ്യ ശിഖാനസ്തായ വാജിനഃ അനുജ്ഞാപ്യാഥ ഭരതോ വാഹിനിം ത്വരിതോ യയൗ. കദംബോദ്യാനത്തിലെത്തിയ ശേഷം വേഗതയുള്ള കുതിരകളെ തേരിൽ പൂട്ടി സേനയോട് പിന്നാലെ വരാൻ പറഞ്ഞ് ഭരതൻ കൂടുതൽ വേഗത്തിൽ മുമ്പേ പോയി. ഭരതനെ അങ്ങ് എത്താൻ ധൃതിയായി കഴിഞ്ഞു. ആകാംക്ഷ. 14-15 ശ്ലോകങ്ങൾ. വാസം കൃത്വാ സർവതീർത്ഥേ തീർത്ഥാ ചോത്താനികാം നദിം അന്യാ നദിച്ഛ വിവിധൈഹൈ പാർവതീയൈസ്തുരംഗമൈഹൈ ഹസ്തിപൃഷ്ടകമാസാദ്യ കുടികാമത്യവർത്തത തഥാരചന്നരവ്യാഘ്രോ ലോഹിത്യേജ കപീവതിം. 14-15 ശ്ലോകങ്ങളുടെ അർത്ഥം: സർവതീർത്ഥത്തിൽ വസിച്ചിട്ട് ഉത്താനിക നദി തരണം ചെയ്തതിന് ശേഷം മറ്റു ചില നദികളെയും മലമ്പ്രദേശങ്ങളിൽ നിന്നുള്ള കുതിരകളിന്മേൽ കയറി കടന്ന് ഹസ്തിപൃഷ്ടകത്തിൽ എത്തി. കുടിക എന്ന നദി കടന്ന് ലൗഹിത്യത്തിൽ വച്ച് കപീവതിയും തരണം ചെയ്തു. ആ നദിയും തരണം ചെയ്തു. ശ്ലോകം 16. ഏകസാലേ സ്ഥാണുമതിം വിനതേ ഗോമതിം നദിം കലിംഗനഗരേ ചാപി പ്രാപ്യ സാലവനം തദാ. ഏകസാലത്തിൽ വെച്ച് സ്ഥാണുമതി എന്ന നദിയും വിനതത്തിൽ വെച്ച് ഗോമതി നദിയും കടന്ന് കലിംഗ നഗരത്തിലെ സാലവനം പ്രാപിച്ചു. 17-19 ശ്ലോകങ്ങൾ ചൊല്ലാം. 17, 18, 19. ഭരതക്ഷിപ്രമാഗച്ഛത് സുപരിശ്രാന്തവാഹന വനം ച സമതീത്യാശു ശർവര്യാമരുണോദയേ അയോധ്യാമനുനാ രാജ്ഞാ നിർമ്മിതാം സ ദദർശഃ താം പുരിം പുരുഷവ്യാഘ്ര സപ്തരാത്രോഷിതപഥി അയോധ്യാമഗ്രതോ ദൃഷ്ട്വാ സാരഥിം ചേദമബ്രവീത് യേഷാനാദിപ്രതീതാ മേ പുണ്യോദ്യാന യശസ്വിനി. 17, 18, 19 ശ്ലോകങ്ങളുടെ അർത്ഥം: ക്ഷീണിച്ച കുതിരകളിന്മേൽ യാത്ര ചെയ്ത് രാത്രി വനത്തിൽ കഴിച്ചു. കുതിരകളും ഇത്രയും ദൂരം താണ്ടി അവയും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അരുണോദയത്തിൽ മനു ചക്രവർത്തിയാൽ നിർമ്മിക്കപ്പെട്ട അയോധ്യ മുന്നിൽ കാണായി.
23 ശ്ലോകങ്ങൾ. 20 തുടങ്ങി 23 വരെയുള്ള 4 ശ്ലോകങ്ങൾ. 20ാമത്തെ ശ്ലോകം. അയോധ്യ ദൃശ്യതേ ദൂരാത് സാരഥേ പാണ്ഡുമൂർത്തിക യജ്ഞുഭിർഗുണസമ്പന്നൈർ ബ്രാഹ്മണൈർവേദപാരകൈഹൈ. 21ാമത്തെ ശ്ലോകം. ഭൂയിഷ്ടമൃദ്ധിരാകീർണ രാജർഷിവരപാലിത അയോധ്യായാം പുരാ ശബ്ദ ശ്രൂയതേ തുമുലോ മഹാൻ. 22ാമത്തെ ശ്ലോകം. സമന്താൻ നരനാരീണാം തമദ്യന ശൃണോമ്യഹം ഉദ്യാനാനി ഹി സായാന്യേ ക്രീഡിത്വോപരതൈർനരൈഹൈ. ശ്ലോകം 23. സമാന്താദ്വിപ്രധാവദ്ഭി പ്രകാശാന്തേ മമാന്യഥാ താന്യദ്യാനു ഉരുദന്തീവ പരിത്യക്താനി കാമിഭിഃ. അർത്ഥം. 20 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. വഴിയിൽ 7 രാത്രി കഴിച്ചിട്ടാണ് അയോധ്യയിൽ അവർ എത്തിയത്. അയോധ്യയെ മുന്നിൽ കണ്ട് സാരഥിയോട് ഇങ്ങനെ പറഞ്ഞു. പുണ്യ ഉദ്യാനങ്ങളുള്ളതും പേർകെട്ടതും വെളുത്ത മണ്ണുള്ളതും യാഗം ചെയ്യുന്ന ഗുണസമ്പന്നരും വേദത്തിൻ്റെ കര കണ്ടവരുമായ ബ്രാഹ്മണരും ധനികരും ധാരാളമുള്ളതും രാജർഷി പരിപാലിതവുമായ അയോധ്യ ദൂരെ നിന്ന് തന്നെ ഉത്സാഹമില്ലാത്തതായി കാണപ്പെടുന്നു. എങ്ങും ഒരു ശോകമൂകത. പണ്ടാണെങ്കിൽ എമ്പാടും സ്ത്രീ പുരുഷന്മാരുടെ ശബ്ദം കൊണ്ട് മുഴങ്ങിയിരുന്ന അയോധ്യ ഇപ്പോൾ അപ്രകാരമല്ല. സായാഹ്നത്തിൽ ഉദ്യാനത്തിൽ വിഹരിക്കുന്നവരും വിശ്രമിക്കുന്നവരുമായ ആളുകളും അവിടെ എമ്പാടും നിറഞ്ഞിരുന്ന കാമുകന്മാരും അവയെ പരിത്യജിച്ചിരിക്കുന്നു. ഇപ്പോൾ അവയെല്ലാം ദുഃഖത്തിലാണ്ട പോലെ കാണപ്പെടുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.